തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതക അന്വേഷണത്തിൽ നിർണായക കണ്ടെത്തൽ. അനീഷയുടെ വീട്ടിലെ പരിശോധനയിൽ കുഞ്ഞിന്റെ അസ്ഥി കണ്ടെത്തി. പോലീസ് ഫോറൻസിക് വിഭാഗമാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, ഇപ്പോൾ ഒരു കുട്ടിയുടെ അസ്ഥി കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇനി ഇതിൻ്റെ തുടർ പരിശോധനകളൊക്കെ എപ്പോഴായിരിക്കും? എന്തൊക്കെ പരിശോധനകളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? ലക്ഷ്മി, ഇന്ന് രാവിലെ 10:45 കൂടിയാണ് ഈ അനീഷയുടെ വീട്ടിലെ കുഴി തുറന്നുകൊണ്ടുള്ള പരിശോധന ആരംഭിച്ചത്. ഫോറൻസിക് DNA പരിശോധനകളുടെ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് RDOയുടെ സാന്നിധ്യത്തിൽ അന്വേഷണ സംഘാംഗങ്ങളും അതോടൊപ്പം തന്നെ ഫോറൻസിക് മേധാവി അടക്കമുള്ള ആളുകളും ഇവിടെ എത്തി ഇപ്പോൾ ഈ കുഴി തുറന്നുകൊണ്ടുള്ള പരിശോധനകൾ നടത്തിയത്. അല്പസമയങ്ങൾക്ക് മുൻപ് കുഴി മാന്തി നടത്തിയ പരിശോധനയിൽ കുഞ്ഞിൻ്റെതായിട്ടുള്ള ഒരു അസ്ഥി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് 2021 നവംബർ 6 ജനിച്ച് അന്ന് തന്നെ അമ്മയാൽ കൊല്ലപ്പെട്ട് കുഴിച്ചു മൂടപ്പെട്ട കുഞ്ഞിൻ്റെ അസ്ഥികളിൽ ഒരു കഷ്ണമാണ് ലഭിച്ചിട്ടുള്ളത്. ചില മണ്ണിൻ്റെ സാമ്പിളുകൾ അടക്കം പോലീസും ഫോറൻസിക് വിദഗ്ധരും ശേഖരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ശാസ്ത്രീയ പരിശോധനകൾ നടത്തുന്നതിനായി 3 കുപ്പികളിലും മറ്റുമായിട്ടാണ് ഈ സാമ്പിളുകൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികളിലാക്കിയിരിക്കുന്ന ഈ സാമ്പിളുകൾ ഇന്ന് തന്നെ ഫോറൻസിക് ലാബിലേക്ക് അയക്കും. DNA പരിശോധനയടക്കം നടത്തി ഈ മറ്റ് കാര്യങ്ങൾ കൂടി ഇതിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരേണ്ടതുണ്ട്. ഏതായാലും ഈ പരിശോധന ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലത്തെ മണ്ണ് മാറ്റി കുഴിയെടുത്തുകൊണ്ടുള്ള പരിശോധനയാണ് നടന്നത്. അത് പൂർത്തീകരിച്ചു. ഇനി വീടിനുള്ളിൽ കൊലപാതകം നടന്ന ശുചിമുറിയിലടക്കം ഫോറൻസിക് സാമ്പിളുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ബ്ലഡ് സ്റ്റെയിനുകളടക്കം ലഭിക്കാനിടയുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകളാണ് ഫോറൻസിക് വിദഗ്ധർ നടത്തുന്നത്. ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുകയാണ്. കിട്ടിയ സാമ്പിളുകളൊക്കെ ഇത്ര സാമ്പിളുകൾ കിട്ടിയെന്നും ഫോറൻസിക് പരിശോധന ഇവിടെ നടന്നുവെന്നും ശാസ്ത്രീയമായൊരു ശാസ്ത്രീയമായൊരു തെളിവെടുപ്പ് ഇവിടെ നടന്നുവെന്നും ദൃക്സാക്ഷികളെ കൂടി അവരിൽ നിന്നും കാണിച്ച് അവരിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുന്ന ജോലികളും മറ്റുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സാമ്പിളുകൾ പരിശോധിക്കുന്നതിലൂടെ ഈ 2 സാധ്യതകളാണ് ഉള്ളത്. ലെവിൻ കെ വിജയനാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.